2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാനിരിക്കെ കേരള രാഷ്ട്രീയത്തിൽ വൻ ചർച്ചകൾക്ക് വഴി തുറന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വെളിപ്പെടുത്തലുകൾ. UDF ഇത്തവണ 100 സീറ്റുകൾ നേടി അധികാരത്തിലെത്തി തിരിച്ചെത്തുമെന്ന ഉറച്ച ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവന എന്നതിലുപരി കഴിഞ്ഞ 5 വർഷമായി UDF നടത്തിയ കൃത്യമായ ആസൂത്രണത്തിന്റെയും താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളുടെയും ഫലമാണിതെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഉടനീളം UDF ഉയർത്തിയ പ്രധാന അവകാശവാദമായിരുന്നു 100 സീറ്റുകൾ എന്നത്. ഇത് വെറും തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന് വിമർശകർ പരിഹസിച്ചിരുന്നെങ്കിലും വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷം നടത്തിയ ഈ ആവർത്തനം ശ്രദ്ധേയമാണ്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ UDFന് അനുകൂലമായി മാറിയെന്നും ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലുകളിൽ ഒന്ന് CPM വിമതരുമായുള്ള UDFന്റെ ബന്ധമാണ്. തിരഞ്ഞെടുപ്പിന് 1 വർഷം മുൻപേ തന്നെ ഇടതുപക്ഷത്തെ അസംതൃപ്തരായ നേതാക്കളുമായും അണികളുമായും ചർച്ചകൾ ആരംഭിച്ചിരുന്നുവെന്ന് സതീശൻ വ്യക്തമാക്കി. CPMന്റെ കോട്ടകളിൽ വിള്ളലുണ്ടാക്കാനും ആ വോട്ടുകൾ UDFന്റെ പാളയത്തിലേക്ക് എത്തിക്കാനും ഈ നീക്കം സഹായിച്ചതായാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ UDFന് കൈവിട്ട പല സാമൂഹിക സമുദായ ഗ്രൂപ്പുകളും ഇത്തവണ മുന്നണിയിലേക്ക് മടങ്ങിയെത്തി എന്നതാണ് മറ്റൊരു പ്രധാന ഘടകം. മുന്നണിയെ വിട്ടുപോയിരുന്ന 95% സോഷ്യൽ ഗ്രൂപ്പുകളെയും തിരികെ കൊണ്ടുവരാൻ തനിക്ക് സാധിച്ചു എന്ന് സതീശൻ അവകാശപ്പെട്ടു. ന്യൂനപക്ഷ ഭൂരിപക്ഷ സമുദായങ്ങൾക്കിടയിൽ UDFനുണ്ടായിരുന്ന വിശ്വാസം വീണ്ടെടുക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമായി അദ്ദേഹം കാണുന്നു. UDFന്റെ ചരിത്രത്തിലെ പ്രമുഖ നേതാക്കളായ K. കരുണാകരൻ, AK ആന്റണി എന്നിവർക്ക് ലഭിച്ചതിനേക്കാൾ വലിയ പിന്തുണയും സഹകരണവും ഇത്തവണ ഘടകകക്ഷികളിൽ നിന്ന് തനിക്ക് ലഭിച്ചുവെന്ന് V.D. സതീശൻ പറഞ്ഞു. മുന്നണിയിലെ ഐക്യം ഇത്തവണ ചോദ്യം ചെയ്യപ്പെടാത്ത വിധം ശക്തമായിരുന്നു എന്നാണ് ഇതിലൂടെ അദ്ദേഹം അർത്ഥമാക്കുന്നത്. തിരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ തർക്കമുണ്ടാകുമോ എന്ന ചോദ്യത്തിന് വളരെ കൃത്യമായ മറുപടിയാണ് അദ്ദേഹം നൽകിയത്. UDFന് ഭൂരിപക്ഷം ലഭിച്ചാൽ 5 മിനിറ്റിനുള്ളിൽ നേതാവിനെ തീരുമാനിക്കാൻ സാധിക്കുമെന്നും അത് മാധ്യമങ്ങൾക്ക് ചർച്ചയാക്കാൻ പോലും സമയം നൽകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ രാഷ്ട്രീയ നിലപാടുകളിലെ മാറ്റത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ താൻ ഒരിക്കലും അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായ പരാമർശങ്ങൾ നടത്തിയിട്ടില്ലെന്നും വർഗീയ നിലപാടുകളെ മാത്രമേ എതിർത്തിട്ടുള്ളൂ എന്നും സതീശൻ വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് തന്നെ UDF 100 സീറ്റുകൾ നേടുമെന്ന് സതീശൻ അവകാശപ്പെടുന്നത് കൃത്യമായ ഗ്രൗണ്ട് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് അദ്ദേഹം പറയുന്നു. സർക്കാരിനെതിരെയുള്ള ജനവികാരം വോട്ടായി മാറിയെന്നും പ്രത്യേകിച്ച് യുവജനങ്ങളുടെയും മധ്യവർഗത്തിന്റെയും പിന്തുണ UDFന് ലഭിച്ചെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. കേരളത്തിലെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി, വിലക്കയറ്റം, ഭരണരംഗത്തെ അഴിമതി ആരോപണങ്ങൾ എന്നിവയെല്ലാം വോട്ടർമാരെ UDFനോട് അടുപ്പിച്ചുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. സതീശൻ മുന്നോട്ട് വെച്ച 100 സീറ്റ് എന്ന കണക്ക് യാഥാർത്ഥ്യമായാൽ അത് കേരള രാഷ്ട്രീയത്തിലെ ഒരു പുതിയ ചരിത്രമായി തന്നെ മാറും. തിരഞ്ഞെടുപ്പിന് 1 വർഷം മുൻപേ തുടങ്ങിയ ആസൂത്രണത്തെക്കുറിച്ച് സതീശൻ സംസാരിച്ചു. ഇടതുപക്ഷത്തെ ഉൾപാർട്ടി തർക്കങ്ങളും അസംതൃപ്തിയും മുതലെടുക്കാൻ UDFന് കഴിഞ്ഞെന്നും CPIMലെ ഒരു വിഭാഗം UDFനെ സഹായിച്ചു എന്നുമുള്ള സൂചനകളാണ് അദ്ദേഹം പറയുന്നത്. ഇത് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചേക്കാം. V.D. സതീശന്റെ വാക്കുകൾ ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു തരംഗമാണോ കേരളത്തിൽ ആഞ്ഞടിക്കാൻ പോകുന്നത് എന്ന് വോട്ടെണ്ണൽ ദിനത്തിൽ മാത്രമേ വ്യക്തമാകൂ. എങ്കിലും പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ വെറുമൊരു രാഷ്ട്രീയ തന്ത്രമല്ല, മറിച്ച് ദീർഘകാലത്തെ ആസൂത്രണത്തിന്റെ ഫലമാണെന്ന് വ്യക്തമാണ്. ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന LDFും തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന UDFും തമ്മിലുള്ള പോരാട്ടം കേരള ചരിത്രത്തിലെ ഏറ്റവും കടുത്ത മത്സരങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ്. ഏതായാലും കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഈ ജനവിധിക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം.